നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ എനിക്ക് ആകെ ടെൻഷൻ ഉണ്ടായിരുന്നത് എസ്രയുടെ കാര്യത്തെ പറ്റിയിട്ടായിരുന്നു. എസ്രാക്ക് കളിക്കാൻ ആരും ഉണ്ടാവില്ല, സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ. ഒരുപക്ഷെ ഹെൽത്തിനേക്കാളും ഞാൻ കൺസേൺ ചെയ്തിരുന്നത് ഈ ചില കാര്യങ്ങളായിരുന്നു. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എസ്രാക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ഞങ്ങളിന്ന് എസ്രയുടെ ഇസ്രം വേറൊരു ഫ്രണ്ടിനെ കാണാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. ഇത് ഔട്ടർ റിഗാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസും പക്ഷേ റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും. നല്ല രസമുള്ള സ്ഥലമാണ്. നല്ല കാറല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് ബസ്സിലെ യാത്രകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഇയാളെ ഞാൻ കണ്ടത്. കൊള്ളാം, നൈസായിട്ടുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ബസ് കയറാന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. കണ്ട, എസ്രാക്ക് എവിടെ എത്തിക്കഴിഞ്ഞാലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇതാണ് നേരത്തെ പറഞ്ഞ ഫ്രണ്ട്, എസ്രയുടെ അമ്മാനി. ഷീസ് വെരി സ്വീറ്റ്. പിന്നെ അത് കഴിഞ്ഞ് ഇസയുടെ അമ്മാനിയുടെ ഒക്കെ കുറേ സ്നേഹപ്രകടനങ്ങൾ കാണാം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബിരിയാണി ഒക്കെ കഴിച്ച് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ആലോചിച്ച് സമ്മറായ അവിടെ ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. നല്ല സ്ഥലം, എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ കണ്ടു ഗൈസ്. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ.